അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം മുതലുള്ള രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. കൂടെ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇല്ല എന്ന് പറയും പോലെ തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നേ. മോനെ ക്ലാസ് കഴിഞ്ഞ് കൂട്ടും ചെയ്യുക, അക്കൂട്ടത്തിൽ നമ്മൾ വാങ്ങാനുള്ള സാധനം വാങ്ങി വന്നതാണ്. അങ്ങനെ ഇതാ പച്ചക്കായ ഉരുളക്കിഴങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ വാങ്ങുന്ന സമയത്താണ് കേട്ടോ അധികം നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് ഇതുണ്ടല്ലോ കൊട്ട, അത് നമ്മൾ നന്നാക്കി എടുക്കാറ് കേട്ടോ. അങ്ങനെ എന്താ ഞാൻ വാങ്ങുന്ന കൂട്ടത്തിൽ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി പാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പാലും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളച്ചപ്പോൾ അതിലേക്ക് പൊടിയിട്ടിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചായ അവിടെ കാച്ചി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരുന്നു കേട്ടോ. അത് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ കുറച്ച് മൈദപ്പൊടിയിലേക്ക് 2 ഏലക്കായ് നന്നായിട്ട് കുത്തിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കയ്യിലിനാണ് കേട്ടോ ഞാൻ പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സ്പൂണിൻ്റെ കണക്കിന് 2 സ്പൂണ് പഞ്ചസാരയും ചേർത്തു, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ നാടൻ കോഴിമുട്ട ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പക്ഷേ അതില്ലാത്തതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് ഒന്ന് ബാറ്റർ റെഡിയാക്കിയപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേ. അപ്പോഴേക്കും ഇതാ നന്നായിട്ട് പഴുത്ത പഴം തന്നെ നോക്കി വാങ്ങിയതാണ് കേട്ടോ. പഴംപൊരി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് എനിക്കായിട്ട് തോന്നിയത് നല്ല പഴുത്ത പഴമാണ് കേട്ടോ. നടു ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ പൊരിക്കുന്നത്. മറ്റേ എല്ലാവരും വലിയ നീളത്തിലാണല്ലോ പഴംപൊരി പൊരിക്കാറുള്ളത്. പക്ഷേ ഇതിപ്പം നമ്മൾ വീട്ടിൽ കഴിക്കാൻ ജസ്റ്റ് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണല്ലോ വിചാരിച്ചിട്ട് ഇത്ര വലുപ്പത്തിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ പഴത്തിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ഇതാ അടുപ്പത്ത് നമ്മൾ തീയൂട്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വിറകും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കി മൊത്തത്തിൽ അടുപ്പൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പം വേഗത തീയും കാര്യങ്ങളൊക്കെ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞു ചട്ടിയിലാണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നടു ചീന്തിയിട്ട് അങ്ങനെ ആ ഒരു വലുപ്പത്തിന് നമ്മൾ പഴം കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇനി ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ പഴംപൊരി ചുട്ടെടുക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ ഓരോ പഴംപൊരി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചട്ടിയിൽ കുഞ്ഞു ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 എണ്ണം വരെ പോകും കേട്ടോ. അങ്ങനെ 3 എണ്ണം ഇട്ടിട്ടാണ് ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. പിന്നെ എന്താ തിരിച്ചു മറിച്ചിടുന്നുണ്ട്. പിന്നെ എനിക്ക് ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു കേട്ടോ. അതാണ് ഒരു വെളുത്തൊരു കളറ് പോലെ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് നമ്മൾ ചുടുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ എന്താ പറയുക കഷ്ണമായിരുന്നു കേട്ടോ, ചെറിയൊരു പഴമായിരുന്നേ. അതാണ് ഈ ഒരു വലുപ്പത്തിൽ കാണുന്നത്. അങ്ങനെ ലാസ്റ്റത്തെ ആ ഒരു പഴംപൊരി ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്തേക്ക് മീൻകറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തക്കാളി എന്ന് വെച്ചാൽ ഒരു തക്കാളി, പിന്നെ സവാള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ചൊരു പെരിഞ്ജീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നാലേ മീൻകറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ തക്കാളിയൊക്കെ ഒന്ന് ഒരു പച്ച ചുവ ഒന്ന് കഴിക്കുന്ന പോലെ തോന്നും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പുളി ചേർത്തെടുത്ത് കുടംപുളി ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മീനും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ച് വെച്ചിട്ട് അതൊന്ന് അവിടെ കുക്കാവുന്നുണ്ട്.
അതവിടെ കുക്കാകുമ്പോഴേക്കും ഇതാ ഞാനിവിടെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പാൽ ചായയുണ്ട്, പഴംപൊരി ഉണ്ട് കേട്ടോ. നമ്മൾ മാത്രം ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തത് കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വലിയ വലിപ്പത്തിലാണല്ലോ പഴംപൊരി ഉണ്ടാക്കുക. അങ്ങനെ ഇതാ വൈകുന്നേരത്തെ ചായ ഞാനും മക്കളും കൂടിയും കഴിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം പിന്നെ ഞങ്ങളെ ഉണ്ടാവില്ലുള്ളൂ, ചെറിയ ഉണ്ടാവില്ല കേട്ടോ. ചെറിയ കടയിൽ പോകുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഴംപൊരി. അങ്ങനെ പഴംപൊരിയും ചായയും കൂട്ടി കഴിച്ചതിന് ശേഷം വന്ന് നോക്കിയപ്പോൾ ഇതാ മീനും കാര്യങ്ങളൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറി വെന്തതിന് ശേഷം ഇതാ ഇറക്കി വെച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ രാത്രിക്കുള്ള ഫുഡാണ് കേട്ടോ. രാവിലെ വെച്ച ചോറുണ്ട്, അപ്പോൾ കറിയും അതുപോലെ മീൻ പൊരിച്ചതും ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മീൻ കറി അവിടെ റെഡി ആയതിന് ശേഷം ഇതാ വേഗം മീൻ പൊരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മൾ മീൻ ചട്ടിയിൽ പിടിക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ കഴിയും കേട്ടോ, മറിച്ചിടാനൊക്കെ കഴിയും, എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഇതാ മീൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറിവേപ്പിലൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ മീനിന്. ഇത് കുറച്ച് ഒരു രാത്രി ആയപ്പോഴാണുള്ള വീഡിയോ ആണ്. രാത്രി ആയപ്പോൾ മക്കൾക്ക് വേഗം ഫുഡ് കൊടുത്തു കേട്ടോ, ഇല്ലെങ്കിൽ അവർ വേഗം ഉറങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കൊടുത്ത് അവരെ ഉറക്കി. അതിന് ശേഷം ഇതാ വേഗം നമ്മളെ ഈ ഒരു ബോട്ടിൽസിലൊക്കെ അത്യാവശ്യം സംഭവങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അതുപോലെ ഉപ്പിൻ്റെ പാത്രത്തിൽ ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ഇതുപോലെ ഉപ്പ് ബാക്കി വന്നത് എടുത്ത് വെക്കാറാണ്. അത് ഉപ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് സെറാമിക്കിൻ്റെ ബോട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഉണ്ട്. ഇതുപോലത്തെ ഒരു മസാല ബോക്സിലാണ് കേട്ടോ ഞാൻ മസാലകളൊക്കെ സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കാത്ത ഇതുപോലത്തെ തോനുള്ളതൊക്കെ ഇതുപോലെ ഒരു കവറിൽ കെട്ടി വെക്കാറാണ് കേട്ടോ. ഇത് പിന്നെ ഞാൻ ബോട്ടിലാക്കാനോ അതിനൊന്നും നിൽക്കാറില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ആദ്യം തന്നെ മുളകും പൊടി എടുത്തിട്ട് ഓരോ എന്താ പറയുക ഈ മസാല ബോക്സിൻ്റെ ആ ഒരു ബോക്സിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അത് നല്ലപോലെ ഇതേപോലെ തന്നെ ഒന്ന് കെട്ടി കൊടുക്കും കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ വാങ്ങിയ 2 മുളകും പൊടിൻ്റെ പാക്കറ്റ് ഉണ്ട് കേട്ടോ, അത് കേട് വന്നിട്ടുണ്ടായിരുന്നേ, അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ ഇതാ മല്ലിപ്പൊടി, മുളകും പൊടിയൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ ഉമ്മ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കിവിടെ ഉള്ളത് ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം കേട്ടോ, ഇത് കൊണ്ടുവന്നിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതാ മല്ലിപ്പൊടിയും 2 ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കാരണം മല്ലിപ്പൊടി അത്യാവശ്യം ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണല്ലോ, അതുകൊണ്ട് 2 ബോക്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ബോട്ടിലാക്കാതെ ഇതേപോലെ നല്ല പോലെ ചൂട് ഒരു കേടൊന്നും ഉള്ളിൽ നിന്ന് വാങ്ങിയ സാമ്പാർ പൊടിയും കൂടി ഈ ഒരു മസാല ബോക്സിൽ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം മസാല ബോക്സ് മൊത്തത്തിലൊന്ന് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.